അതായത് രാജ്ഭവനിൽ ഉണ്ടായ സംഭവത്തിന് ശേഷം ABVP, KSU, അതുപോലെ യുവമോർച്ച എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ എന്നെ ആക്രമിക്കുകയും എൻ്റെ യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന രീതി കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്കിതുവരെ അവരെന്തിനു വേണ്ടിയാണ് എൻ്റെ കാറ് തടയുന്നതും ദേശീയ പതാക വലിച്ചു കയറുന്നതും എന്തിനു വേണ്ടിയാണ് അവർ കാർ തടയുന്നതെന്നും ദേശീയ പതാക വലിച്ചു കയറുന്നതെന്നും ആത്മഹത്യാ സ്ക്വാഡ് ചെയ്യുന്നത് പോലെ കാറിൻ്റെ മുന്നിലേക്ക് എടുത്ത് ചാടുന്ന എന്തിനാണെന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ യുവമോർച്ചയ്ക്കെതിരായിട്ടോ KSUവിന് എതിരായിട്ടോ ABVPക്കെതിരായിട്ടോ പ്രതിഷേധിക്കുവാൻ പറ്റുന്ന നിലയിലുള്ള ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തിട്ടുള്ളത് മാത്രമല്ല, അവരെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. രാജ്ഭവനിൽ ഗവർണറുടെ നടപടിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അധികാരാവകാശങ്ങൾ ഒരു മന്ത്രി എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും പൗരനെന്നുള്ള നിലയിലും എനിക്കുണ്ട്. ഞാൻ ആ കടമ നിർവഹിച്ചു. അത് അവിടെ അവസാനിച്ചു. അദ്ദേഹം അത് തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതിന് വേറെ ഒന്നും മന്ത്രി എന്ന നിലയിൽ പറഞ്ഞിട്ടില്ല. ഇത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഒരു സമരം പ്രഖ്യാപിച്ചിട്ട് സമരം നടത്താം. സമരം എന്ന് പറയുമ്പോൾ പതിയിരുന്നല്ല സമരം നടത്തേണ്ടത്. ഇപ്പോൾ വഴുതക്കാട് ജംഗ്ഷനിൽ മിനിഞ്ഞാന്നുണ്ടായ സംഭവം 7 പേരുണ്ടായിരുന്നു. ABVP ആണ്. ഒരു സംഘടനയുടെ ദയനീയാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. 7 പേരുണ്ടായിരുന്നാലും ഒരാളെടുത്ത് വണ്ടിയുടെ മുന്നിൽ ചാടി വണ്ടി തട്ടേ പറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് വരില്ലേ? ജനകാർ തന്നെ പറ. ആ 7 പേര്, ഞാൻ പറഞ്ഞ 7 പേര്. ഒന്ന്. രണ്ടാമത് സംഭവം ഉണ്ടായത് വീട്ടിൻ്റെ മുന്നിൽ രാത്രി വന്നതാണ്. കേട്ടോ സുഹൃത്തെ, വീട്ടിൻ്റെ മുന്നിൽ രാത്രി ഈ സംഭവം നടന്നതിന് വീട്ടിൻ്റെ അന്ന് രാത്രി. പോലീസാണെങ്കിൽ ഒരു വൻ പോലീസ് തന്നെ ആകാം. സ്വാഭാവികമായിട്ട് അവർക്കൊരു മന്ത്രിക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ പിന്നെ അവർ ആൻസറബിൾ ആയിരിക്കുമല്ലോ. 12 പേര് ABVP എന്ന് പറഞ്ഞ് പത്രക്കാരെല്ലാം അറിയിച്ച്, അതിനേക്കാൾ കൂടുതൽ പത്രക്കാർ. എന്നിട്ട് തീ കൊളുത്തി. തീപ്പെട്ടി കത്തിക്കാൻ പോലും അറിയാവുന്ന ആളില്ല അതിൻ്റെ കൂട്ടത്തിൽ. എന്തിനാണെന്ന് അവർക്കതിനെ അറിയില്ല. 2. മൂന്നാമത്തെ സംഭവം നടന്ന കോഴിക്കോടാണ്. കോഴിക്കോട് എനിക്ക് തോന്നുന്നു ഒരു 6 സ്ഥലത്ത് വെച്ച് എൻ്റെ കാർ തടഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് KSUക്കാരും ഉണ്ടായിരുന്നു. KSUവിൻ്റെ ആവശ്യം വളരെ രസകരമാണ്. അവരുടെ ഒരു നേതാക്കന്മാർ ഇതുവരെ ഈ നിമിഷം വരാത്ത, ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഉന്നയിക്കപ്പെടാത്ത ഒരു പ്രശ്നമാണ് +1ൻ്റെ സീറ്റ് കുറവാണ്, അത് കൂട്ടണമെന്നാണ്. ആര് ചേരാൻ വേണ്ടി? കുട്ടികളില്ലാതെ പിന്നെ +1 കുട്ടികൾ മുഴുവൻ ചേർന്ന് കഴിഞ്ഞു. ഇതൊന്നും അവരറിയുന്നില്ല. അത് വെച്ചുകൊണ്ടാണ് അവർ 7 പേരുണ്ടാവും വണ്ടിൻ്റെ പുറത്തെടുത്ത് ചാടി. മുന്നേ ഞാൻ എല്ലാ സ്ഥലത്തും വണ്ടി സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോകാറേ ഇല്ല. ചാടിയാൽ ഞാൻ അപ്പം വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാനവിടെ മര്യാദയ്ക്കിരിക്കും. വർദ്ധിച്ചിട്ട് പോട്ടെ. ഞാൻ വണ്ടിയുടെ പുറത്തിറങ്ങി പിന്നെ പുറത്തിറങ്ങി ഒരു വെല്ലുവിളി നടത്തി ഒരു പ്രതിഷേധം പോലും ഞാൻ രേഖപ്പെടുത്തുന്നില്ല. ഇന്നലെ നടന്ന ഒരു 6 സ്ഥലത്തെ പ്രതിഷേധവും 15-ന് താഴെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ KSUക്കാരെ പറഞ്ഞ അഡ്മിഷൻ്റെ കാര്യം. പിന്നെ ഞാൻ ഔദ്യോഗിക പരിപാടിക്ക് അല്ല രാവിലെ പോയത്.
കേരളത്തിൽ ഒരിക്കലും പിന്നെ ഔദ്യോഗിക പരിപാടി അല്ലാതെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ രാഷ്ട്രീയ നേതാവിനെ മന്ത്രിയെ പിന്നെ തടയാനോ അല്ലെങ്കിൽ മാർഗതടസ്സം സൃഷ്ടിക്കാനോ കല്ലെറിയാനോ ഉള്ള ശ്രമം ഇതുവരെ നടന്നിട്ടില്ല. ഞങ്ങളാരും ചെയ്തിട്ടില്ല ആരും. ഞാൻ SFIയുടെ അഖിലേന്ത്യാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാഭ്യാസ സെമിനാറും മെറിറ്റ് അവാർഡും കൊടുക്കുന്നതിന് വേണ്ടി ആണ് പോയത്. അവിടെ ആ പോകുന്ന വഴിയിലാണ് 2-3 സ്ഥലത്ത് വെച്ച് സംഭവം ഉണ്ടായത്. കോഴിക്കോട് നിന്ന് യുവമോർച്ചയുടെ ഒരു ഓഫീസുണ്ടല്ലോ, ഓഫീസിൻ്റെ മുന്നിൽ വെച്ചിട്ട് സംഭവം ഉണ്ടായി. ഓഫീസിനകത്തുനിന്ന് കരിങ്കൊടിയായിട്ട് ഇറങ്ങി വന്ന് എന്തിനാണ് അവരുടെ ആവശ്യം പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. യുവമോർച്ചക്കാരോ ഈ KSUവിൻ്റെ 10 പേരായി ഇത് ഇന്നലെ എല്ലാ പിന്നെ പ്രതിഷേധത്തിലും കൂടെ വന്നതെല്ലാം കൂടെ ഒരു 100 പേര് അവർ ഒരു ആവശ്യം പറഞ്ഞാലേ ചർച്ച ചെയ്തിട്ട് പറ്റുള്ളൂ. 1. 2 പിന്നെ സ്വാഭാവികമായിട്ട് ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ ഒരു സംരംഭത്തിന് മുതിരുമ്പോൾ SFIക്കാരും DYFIക്കാരും അവരും വരും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട്. ഇന്ന് എൻ്റെ MLA ഓഫീസിലത്തേക്ക് മാർച്ച് ചെയ്തു പാപ്പരംകോടുള്ള. എന്താണ് കാര്യം? വികസന പ്രവർത്തനത്തിന് വല്ല പ്രശ്നം വല്ലതാണോ ഉള്ള മണ്ഡലം ദേവമണ്ഡലത്തിൽ? അത് വൈരാഗ്യമാണ്. കാരണം BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത മണ്ഡലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കിട്ടിയൊരു അവസരമാണ്. അവിടെ ഈ കേരളത്തിൽ ഒരു 10 MLA എടുത്തു കഴിഞ്ഞാൽ അതിൽ 10-ൽ 1 ഒരു വികസനം നടത്തുന്നതായിട്ട് അത് BJPക്കും തർക്കം ഉണ്ടാവില്ല. എൻ്റെ MLA ഓഫീസിലത്തേക്ക് മാർച്ച് നടത്തി. എന്താണ് അവരുടെ ആവശ്യം? ഒന്ന് പറയട്ടെ ആവശ്യം എന്താണെന്ന്, നമ്മൾ ചർച്ച ചെയ്യാം. അവരിനി ആത്മഹത്യ സ്ക്വാഡായിട്ട് പോയി വണ്ടി വല്ലതും തട്ടി ഇനി ബുദ്ധിമുട്ടുണ്ടായാൽ അതൊരു വിഷമമായി മാറും. അപ്പം അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അവർ സമരം ചെയ്യട്ടെ. ഇപ്പം ഞങ്ങൾ ഇന്നലെ CA2വിൻ്റെ ധർണ ഉണ്ടായിരുന്നു രാജ്ഭവന് മുന്നേ. പെട്ടെന്ന് ഓർഗനൈസ് ചെയ്ത ധർണയെന്നല്ലേ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, 5-10 ആളൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഈ തെരുവിൽ യുദ്ധം മനഃപൂർവ്വം ഒരു കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്.